ഇവിടുത്തെ പല മിഡിൽ ക്ലാസ്സുകാരന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനിക്കുന്നു, സ്കൂളിൽ പോകുന്നു, മത്സരിച്ച് പഠിക്കുന്നു, അത് കഴിയുമ്പോൾ ലോൺ എടുത്ത് പഠിക്കുന്നു, അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കുന്നു, ജോലി കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു, ഏതെങ്കിലും ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ ഇടിച്ച് തള്ളി അതിൻ്റെ അകത്ത് കയറി ഉന്തും തള്ളുമായിട്ട് അങ്ങനെ ഒരു വിധത്തിൽ ഓഫീസിൽ എത്തിച്ചേരുന്നു. ഓഫീസിൽ അവിടെ ഇരുന്നുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പണി ഗതികേട് കൊണ്ട് മാത്രം ആ ജോലിയിൽ തുടരുന്നു. എന്നിട്ട് അവരെയും കുറ്റം പറഞ്ഞ് ഇവരെയും കുറ്റം പറഞ്ഞ് കഷ്ടപ്പെട്ട് 5 മണി എങ്ങനെയെങ്കിലും എത്തിച്ചിട്ട് 5 മണിക്ക് വീണ്ടും ഇറങ്ങിയിട്ട് അതേ ട്രെയിനിലും ബസ്സിലും ഇടിച്ച് തള്ളി വീട്ടിൽ ടയർഡായിട്ട് വന്നിറങ്ങും. അങ്ങനെ ജീവിതം അങ്ങോട്ട് ഒരു മാസം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് മാസാവസാനം നമുക്ക് സാലറി കിട്ടും. 30,000 രൂപ 50,000 രൂപ സാലറി വാങ്ങിച്ചിട്ട് ആ സാലറി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്, ആ സാലറി നേരെ എടുത്തിട്ട് EMI അടയ്ക്കണം, വീട്, പിന്നെ ബൈക്കിന്റെ ലോണ്, ആശുപത്രി കൊടുക്കണം, പലചരക്കടയിൽ കൊടുക്കണം, അതോടുകൂടി ആ പൈസ തീർന്നു. പിന്നെ അടുത്ത മാസത്തേക്ക് വീണ്ടും കടം വാങ്ങിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി സാലറി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയ ലോൺ എടുക്കുന്നു, കല്യാണം കഴിക്കുന്നു, പ്രായമാകുന്നു, റിട്ടയർഡ് ആകുന്നു, മരിക്കുന്നു. ഇതാണോ ലൈഫ്? ഇതിനെ ലൈഫ് എന്ന് വിളിക്കുകയാണെങ്കിൽ മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾ എന്നാണ് പിന്നെ ജീവിക്കാൻ പോകുന്നത്? If you want to change your life, change now. Life never be the same again.